ഹായ് ഗൈസ്, നമ്മൾ ഇന്നലെ ഓർഡർ ചെയ്ത പഞ്ചർ കിറ്റ് വന്നിട്ടുണ്ട്. ഇത് തന്നെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനൊരു കിറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ടൈറ്റാണല്ലോ. ഓക്കെ, ഇതിൽ വന്നേക്കുന്നത് 2 ടൂൾസ്, ഒരു നൈഫ്, ഒരു പ്രിപ്പറേഷൻ ടൂള്, ആ ടൂളിൻ്റെ തന്നെ വേറൊരു പോർഷൻ, ഇത്ര ഫില്ലിങ്സ്, ഇത്ര നമുക്ക് വന്നേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ടയറിൽ എവിടെയാണ് പഞ്ചർ എന്നുള്ളത് കണ്ടുപിടിക്കണം. നമുക്കാദ്യം തന്നെ പ്രോപ്പർ മെത്തേഡ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ടയർ നമുക്ക് അഴിച്ചെടുത്ത് സ്റ്റെപ്പിൻ ടയറിലോ അല്ലെങ്കിൽ ജാക്കിലോ നിർത്തിയിട്ട് വേണം നമുക്കിത് പഞ്ചർ ഒട്ടിക്കാനായിട്ട്. അതുപോലെ തന്നെ ടയറിൻ്റെ സൈഡ് വാളിലോ അല്ലെങ്കിൽ ഷോൾഡറിലോ ആണ് പഞ്ചറെങ്കിൽ നമുക്കിത് ചെയ്യാൻ പാടില്ല. ഇതുപോലുള്ള റിപ്പയറുകളൊന്നും സൈഡ് വാളിലോ ഷോൾഡറിലോ ചെയ്യാൻ പാടില്ല. ഇത് ത്രെഡ് പോർഷനിലാണ് ഇത് വന്നേക്കുന്നത്, ഒരാണി കയറിയേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ടയർ അഴിക്കുകയാണ്. ഫസ്റ്റ് നെറ്റ് ലൂസ് ചെയ്തിട്ട് ജാക്ക് വെച്ച് പൊക്കിയിട്ട് ടയർ അഴിച്ച് മാറ്റി ടയർ സെപ്പറേറ്റ് വെച്ചിട്ട് പഞ്ചർ ഒട്ടിക്കാനാണ്. ഇതെങ്കിൽ വണ്ടിയുടെ ലോഡും കൂടെ എന്തെങ്കിലും പെട്ടെന്ന് കാറ്റ് പോകും. ടയർ ഈ ട്യൂബ്ലെസ് ടയർ ഡീഫോം അയക്കാൻ തിരിച്ച് ഫോമിലേക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടയർ അഴിക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ജാക്ക് വെച്ച് പൊക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബോഡിയെ ടച്ച് ചെയ്യിക്കരുത്. അടിയിൽ ഇത് ടച്ച് ചെയ്ത് പിടിക്കാനായിട്ട് ഷാസിയിൽ പോർഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ വണ്ടിയുടെ ബോഡി ഡാമേജ് വരും. ഓക്കെ, പൊക്കി നിർത്തണ്ട. ഒരത്യാവശ്യം നമുക്ക് പെരുമാറാൻ പാകത്തിനായി കഴിഞ്ഞാൽ നിർത്താം. ഈ പഞ്ചർ കിറ്റ് വന്നിട്ട് ഇതിന് 6 പൗണ്ട് തൊട്ട് വിലയുള്ളൂ. ഈ സാധനം നമ്മളൊരെണ്ണം വാങ്ങി വെച്ചാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാവശ്യം വരുമ്പോൾ എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഇവിടെ ഇപ്പം ഒരു ടയറിന് അറൗണ്ട് ഈ ടൈപ്പ് ടയറിന് അറൗണ്ട് ഒരു മിനിമം 50-60 പൗണ്ടിന് മുകളിലേക്കാണ് വില വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ പഞ്ചർ ഒട്ടിക്കണമെങ്കിൽ എല്ലാവരും അങ്ങനെ പഞ്ചർ ഒട്ടിക്കില്ല. പഞ്ചർ ഒട്ടിക്കുന്ന പോയാൽ തന്നെ ഒരു 30 പൗണ്ട് 20 പൗണ്ട് ആ റേഞ്ചിലൊക്കെ ആവും. പിന്നെ നമ്മളൊരു വഴിക്ക് പോയി കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവാണ്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് പഞ്ചർ. നമ്മൾ സ്വന്തമായിട്ട് വണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. പഞ്ചർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു സ്ക്രൂ ആണ്. ഇത് ഈ സൈഡ് വാളിലോ അല്ലെങ്കിൽ ഷോൾഡറിലോ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ത്രെഡ് പോർഷനിലാണ്, കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാനായിട്ട് കുറച്ച് സോപ്പ് വാട്ടർ ഒഴിച്ച് നോക്കാം. കണ്ടോ, ബബിൾസ് കണ്ടോ, ചെറിയ ലീക്ക് വരുന്നുണ്ട്. ആ ചെറിയ ലീക്ക് അങ്ങനെ ലീക്കായി ടയർ ഫ്ലാറ്റ് ടയർ വരും. നമ്മളിപ്പം മാറ്റിയിട്ട് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടയർ നമുക്ക് ലൈഫിലോ ഈ ടയറിൻ്റെ ലൈഫ് തീരാൻ വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് വേണമെങ്കിൽ ഒരു 2 സ്ക്രൂ ഡ്രൈവർ വയ്ക്കുക കയ്യിൽ, ഒരു ഫ്ലാറ്റ് ഹെഡും ഒരു ഫിലിപ്സ് ഹെഡും, സ്ക്രൂ ഡ്രൈവർ, ഒരു പ്ലെയർ. ഇതെല്ലാം ശരിക്കും വേണ്ടത് നമ്മുടെ കട്ടർ പ്ലെയർ പോലത്തെ പ്ലെയറാണ് വേണ്ടത്. നമ്മുടെ ഈ തൽക്കാലം ഇതുള്ളൂ. നമുക്ക് നോക്കാൻ ശ്രമിച്ച് നോക്കാം. പിന്നെ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഈ കോമ്പൗണ്ട് നമ്മൾ എടുത്ത് ഈ ഗ്ലൗസ് ഇടുന്നതിൻ്റെ മെയിൻ കാര്യം സാധനം കയ്യിലായാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഗ്ലൗസ് ഇടുന്നത്.
ഇതിങ്ങനെ ഹാഫ് അങ്ങോട്ട് ഹാഫ് ഇങ്ങോട്ട് കൃത്യം ഏറെക്കുറെ നടുക്കായിട്ട് വയ്ക്കുക. പിന്നെ ശരിക്കും ചില പഞ്ചർ കിറ്റ് ഒരു ലിക്വിഡും കൂടെ ഉണ്ട്. ആ ലിക്വിഡും കൂടെ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതും റെഡിയാക്കി വയ്ക്കുക. നമുക്കിത് ക്ലീൻ ആക്കാനുള്ളതാണ്. അതുപോലെ വേണ്ടി വന്നാൽ ഇത് നമുക്ക് വേണ്ടി വരും. കാരണം ആ പഞ്ചർ ഹോൾ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ വേണ്ടി വരികയെന്ന്. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് അഴിച്ച് നോക്കാം. ശ്രദ്ധിക്കണം, ഇത് കാറ്റുള്ള ടയറായതുകൊണ്ട് ഒറ്റയടിക്ക് പറന്നു വരും. നമ്മൾ ശ്രദ്ധിച്ചതീ പണിയില്ല. ഇതാണ്. ഇത് നമ്മൾ പുറത്ത് കളയരുത്. അടുത്ത ആളുടെ ടയർ ഇത് പഞ്ചറാക്കും. നമ്മൾ സേഫായിട്ട് പോക്കറ്റിലിടുക. ഇത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. ഇതെടുക്കുക, ടൂളെടുക്കുക, ഒന്ന് ഹോള് പ്രോപ്പർ സൈസിലേക്ക് കൊണ്ടുവരിക. then right away അത് കയറിയിട്ടുണ്ട്. അകത്തേക്ക് കയറ്റുക. ഇനി ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഈ ടൂളിനകത്ത് ഒരു സ്ലിറ്റ് കണ്ടോ, ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് കണ്ടോ, ആ ടൂളും ഈ ടൂളും സെയിം ആണ്. ഈ ടൂളിൽ ഈ ഗ്യാപ്പിൽ നമ്മളിത് കയറ്റി വെച്ചേക്കാം. അപ്പോൾ ഒറ്റ വലി ഒഴിക്കുമ്പോൾ ഇത് ഊരി പോരും. അപ്പോൾ ഈ ഊരി പോന്നു കഴിഞ്ഞാൽ അത് അവിടെ പെർമനൻ്റ് ആയിട്ട് ഇരുന്നോളും. കാണിച്ചു തരാം. കണ്ടോ, ഊരി പോന്നു. അത് ഓക്കെയാണ്. നമ്മൾ ഇനി കാറ്റുണ്ടോയെന്ന് നോക്കാനായിട്ട്, ലീക്ക് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് സോപ്പ് വാട്ടർ ഒഴിക്കുകയാണ്. ഇപ്പോൾ ലീക്കൊന്നും കാണാനില്ല, കുഴപ്പമൊന്നുമില്ല, ലീക്കില്ല. പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ളത് ഈ എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന പോർഷൻ നമ്മൾ ഈ ത്രെഡിൻ്റെ ലെവൽ വെച്ച് കട്ട് ചെയ്ത് കളയുക. ഓവറായിട്ട് അകത്തേക്ക് ഇറക്കി കട്ട് ചെയ്യേണ്ട, ഇത്തിരി പുറത്തേക്ക് ഇറക്കി കട്ട് ചെയ്യേണ്ട. ത്രെഡിൻ്റെ പോർഷൻ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇനി അതവിടെ കിടന്നോളൂ, ഒരു കുഴപ്പം വരത്തില്ല. അതെ, ഇനി ഇഷ്ടമാണ്. നമുക്കിനി കുറച്ച് കാറ്റ് പോയിട്ടുണ്ട്. ആ കാറ്റ് അടിക്ക് ഫില്ല് ചെയ്യുക. എത്ര പ്രഷർ എന്ന് വെച്ചാൽ ആ പ്രഷറിലേക്ക് കൊണ്ടുവരിക. then തിരിച്ച് ഫിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇതൊരു നമ്മൾ പുറത്ത് പോയി പഞ്ചർ ഒട്ടിക്കണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ സമയം എടുക്കും. ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സെയിം ടൈം, അരമണിക്കൂർ താഴെ കണ്ട് നമുക്ക് പഞ്ചർ ഒട്ടിച്ച് കഴിയാം. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ട്രൈ ചെയ്ത് നോക്കലാണല്ലോ. പിന്നെ ഇനിയിപ്പോൾ കാറ്റ് കുറവുള്ളതിന് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ടയർ ഇൻഫ്ലേറ്റർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വലിയ കോസ്റ്റ് ഒന്നുമില്ല, ചെറിയ പൈസക്ക് കിട്ടുന്നൊരു സാധനമാണ്. ഇതിൽ കാറ്റടിച്ച് നോക്കുക. നമ്മുടെ വണ്ടിയിൽ ഇതിൽ തന്നെ കുത്താവുന്നതാണ്. ഇത് വെച്ച് കാറ്റടിക്കുക, സെറ്റാണ്. ലിക്വിഡ് പ്രഷറിലേക്ക് കൊണ്ടുവരിക, കഴിഞ്ഞു. അങ്ങനെ നമ്മളിത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാണ്. ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ക്രോസ് ത്രെഡ് ആവരുത്. ക്രോസ് ത്രെഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ സേവ് ചെയ്ത പൈസ ഒന്നും അല്ല അതിൻ്റെ അകത്ത് ലോസ് ആകാൻ പോകുന്നത്. ക്രോസ് ത്രെഡ് ആയാൽ വലിയ പണിയായിപ്പോൾ. നമ്മൾ ചെയ്യേണ്ടത് എന്നാ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ക്ലിങ്ങൊരു സൗണ്ട് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് കിട്ടും തിരിച്ചു പോയതിൻ്റെ. അപ്പോൾ നമ്മൾ തിരിച്ച് ടൈറ്റ് ചെയ്താൽ വേറെ കുറേ ക്രോസ് ത്രെഡ് ആവാതെ പോകും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ പിന്നെ ഓവർ ടൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. അത് ക്രോസ് ത്രെഡ് ആകുമ്പോഴാണ് ഈ ഓവർ ടൈറ്റായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ കണ്ടോ, ഹാൻഡ് ടൈറ്റിൽ ഇങ്ങനെ ടൈറ്റായി പോകുന്നത്, അത് ക്രോസ് ത്രെഡ് അല്ല. ഒരു 5-6 ത്രെഡൊക്കെ വരെയും നമുക്ക് ക്രോസ് ത്രെഡ് ആവാതെ ഒരു ടൈറ്റ് വരെ പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൈറ്റ് ആക്കേണ്ട ആവശ്യമുള്ളൂ.
ഞാൻ ഹാൻഡ് ടൈറ്റ് കൊടുത്തിട്ട് ബാക്കി വണ്ടി താഴത്തേക്ക് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത്. താഴത്തേക്ക് ഇറക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും ഡയഗണലി ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് ഇത് എല്ലാം ഒന്ന് നിപ്പ് ചെയ്യുക, മീൻസ് ഒന്ന് നോർമൽ ടൈറ്റ് കൊടുക്കുക. എന്നിട്ട് ഫുൾ ടൈറ്റ് ആക്കാൻ നേരത്ത് ഇത് ചെയ്തിട്ട് ഇത് ചെയ്യുക, ഇത് ചെയ്തിട്ട് ഇത് ചെയ്യുക. അപ്പം അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് പൊക്കോളും. ഞാൻ ഹാൻഡ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ജാക്കിന് താഴത്തേക്ക് ഇറക്കാം. താഴത്തേക്ക് ഇറക്കുമ്പോൾ നോക്കണം, ഒറ്റയടിക്ക് വിടരുത്. പതുക്കെ പതുക്കെ ഇറക്കുക. ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺവീനിയൻസ്, എൻ്റെ ടൈം സേവിങ്, എൻ്റെ മണി സേവിങ്, അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ചെയ്യുന്ന എൻ്റെ വേ ആണ്. ഇപ്പം മെക്കാനിക്കായിട്ട് ഇതേപോലെ ഇതിന് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ തെറ്റായിട്ടൊക്കെ തോന്നാം. പക്ഷേ എനിക്കിത് ഓക്കെയാണ്. കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ ഉപയോഗപ്പെടും. കാരണം ഇത് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് വാങ്ങി വെച്ചൊരിക്കലും നഷ്ടം വരത്തില്ല. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.